പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖമായും സൗഖ്യമായും ഇരിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് പുതിയ നിയമത്തിലെ ഒരു അധ്യായം വായിക്കാം. പുതിയ നിയമത്തിലെ, അതായത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള ഭാഗമാണ് ഞാനിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്, പുതിയ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ്. സുവിശേഷങ്ങളിലെ ഒന്നാമത്തെ സുവിശേഷമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യപ്പെട്ട മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിലാണ് ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നോക്കുമ്പോൾ അതിൽ യേശു യെരുശലേമിലെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ സംസാരിച്ചിട്ട് യേശു അത് യെരുശലേമിലെ അവിടുത്തെ ശുശ്രൂഷ, അതായത് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം യേശു ക്രിസ്തു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയി. സോർ സീദോൻ എന്ന ഈ പ്രദേശത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ പറയുന്നത് വളരെ മ്ലേച്ഛമായ ഒരു സ്ഥലം നമ്മൾക്ക് അത് കാണാൻ പറ്റുന്നത്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ദൈവത്തെ ഭയമോ ദൈവത്തോടുള്ള പ്രാർത്ഥനയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അവര് ഐഡൽ വർഷിപ്പാണുള്ളത്, വിഗ്രഹാരാധന, മ്ലേച്ഛത, അങ്ങനെ എല്ലാവിധ ദുർനടപ്പുള്ള ഒരു സ്ഥലമാണ്, ദുർനടപ്പുള്ള ജനങ്ങളുടെ ഒരു സ്ഥലമാണ് സോർ സീദോൻ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ യേശു യെരുശലേം വിട്ടിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. ആ ദേശത്ത് നിന്ന്, അതിന്റെ 21-ാം ഭാഗം മുതലാണ് ഞാൻ വായിക്കുന്നത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അറിയാൻ പറ്റും അതൊരു ജാതീയമായ ഒരു സ്ത്രീയാണ്. അപ്പൊ അവൾ നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ഓടി വരികയാണ്. കർത്താവിന്റെ പിന്നാലെ വന്ന്, കർത്താവേ, ദാവീദ് പുത്ര, അവക്കറിയാം ഇത് ദാവീദ് പുത്രനാണെന്ന് അവക്ക് അതിനുള്ള തിരിച്ചറിവുണ്ട്. എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൾക്കൊരു സൗഖ്യം വേണം, അവളുടെ മകൾക്കൊരു സൗഖ്യം വേണം, ഒരു സമാധാനം വേണം. അതിനു വേണ്ടിയിട്ടാണ് അവൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുറകെ അവൾ ഓടി വരുന്നത്. അവളുടെ നിലവിളി കേട്ടിട്ട് ശിഷ്യന്മാർക്കൊരു അസഹനീയത വന്നു. കാരണം യേശു മിണ്ടാതെയിരുന്നു, യേശു ഒരു വാക്കും പറഞ്ഞില്ല നിലവിളി കേട്ടിട്ട്. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നല്ലോ എന്ന് പറഞ്ഞു. അവളെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർക്കെതിരെ ആ നിലവിളി ഒരു ബുദ്ധിമുട്ടായി തോന്നിയതുപോലെ നമുക്കത് വായിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പം കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം. അതായത് ഇസ്രായേൽ ഗൃഹത്തിലെ, അതായത് സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമേ എന്നെ അയച്ചിട്ടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ വേറെ എങ്ങോട്ടും അല്ല അയച്ചിരിക്കുന്നത്, എൻ്റെ മക്കളുടെ അടുക്കലേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ വന്ന സ്ത്രീ, കനാന്യ സ്ത്രീ, ഒരു ജാതീയ സ്ത്രീയാണ്. ജാതികളുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ ജാതികൾക്ക് ഒരു അത്ഭുതം ചെയ്യാനും വേണ്ടിയിട്ടോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മക്കൾക്കുള്ളതിന്, എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അവരെ രക്ഷയിലേക്ക് വരുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നാൽ അവൾ അത് കേട്ടിട്ട് അവൾക്കൊട്ടും നിരാശ വന്നില്ല. അവൾ ഉടനെ പറയാണ്, കർത്താവേ, എന്നെ സഹായിക്കണമേ. അവളുടെ നിലവിളി അവിടെ നിർത്തുന്നില്ല അവള് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമസ്കരിച്ചു. അതായത് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ജാതീയ സ്ത്രീ, കനാന്യ സ്ത്രീക്ക് വളരെ വ്യക്തതയുണ്ട്, വളരെ ബോധ്യമുണ്ട്. അവൾ ആരോടാണ് നിലവിളിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവളുടെ നിലവിളി നിർത്താതെ ഇത് കേട്ടിട്ട് അവൾ വീണ്ടും നിലവിളിച്ചിട്ട്
അവൾ പറയാണ്, കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. അവനോ വീണ്ടും കർത്താവ് യേശുക്രിസ്തു പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും കർത്താവ് അവിടെ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ വന്നത്. എന്നിലുള്ള ഓരോ വചനങ്ങളും ഓരോ അത്ഭുതങ്ങളും ഓരോ നിമിഷങ്ങളും എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അതുകൊണ്ട് ആ മക്കൾക്കുള്ള ആ വിലയേറിയ മുത്തുകൾ അല്ലെങ്കിൽ ആ അപ്പം, മക്കൾക്ക് വേണ്ടിയുള്ള ആ അപ്പം എടുത്ത് അത് ഞാൻ മറ്റുള്ളവർക്ക്, നായ്ക്കുട്ടികൾക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുന്നു. അതായത് അതിനകത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യാനോ നിന്നെ വിടുവിക്കാനോ എനിക്ക് ഇപ്പൊ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് അവൾ, അതേ കർത്താവേ, അതേ കർത്താവേ, കർത്താവേ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതിന് അവൾ പറയാണ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളാണല്ലോ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അവളുടെ വിശ്വാസം, നീ നിന്റെ കൊടുക്കുന്ന വിലയേറിയ മുത്തുകൾ അല്ലെങ്കിൽ വിലയേറിയ അപ്പക്കഷ്ണങ്ങൾ നീ നിന്റെ മക്കൾക്ക് കൊടുത്തോ. പക്ഷേ താഴെ ഉള്ള നായ്ക്കുട്ടികൾ, അതായത് അവര് എന്താണ് ചെയ്യുന്നത്, ആ മേശയിൽ നിന്ന് നിന്റെ സ്വന്തം മക്കൾ കഴിക്കുന്ന അപ്പത്തിൽ നിന്ന് താഴെ വീഴുന്ന അപ്പ നുറുക്കുകൾ പോലും ഭക്ഷിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ആ നുറുക്കൊന്നും മതി എനിക്ക് നിന്റെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഫുൾ ആഹാരം എനിക്ക് വേണ്ട. അതിൽ നിന്ന് താഴെ വീഴുന്ന ആ നുറുക്കുകൾ മാത്രം മതി എൻ്റെ അപ്പച്ച എന്നാണ് അവൾ പറയുന്നത്. യേശു അവളോട്, പ്രൈസ് ദി ലോർഡ്, 28-ാം വാക്യം നിങ്ങൾ എടുത്തെടുത്ത് വായിക്കേണ്ടതാണ്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഇതിനകത്ത് എനിക്ക് ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തതിനകത്ത് എനിക്ക് മനസ്സിലായത്, ഈ സോർ സീദോൻ എന്ന് പറഞ്ഞ പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തെ അറിയുകയോ കർത്താവിനെ അറിയുകയോ ദാവീദ് പുത്രനെ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. എന്നാൽ അവിടേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ സ്ത്രീക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് അവിടെ വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ദൈവം അൺഎക്സ്പെക്റ്റഡ്ലി ആണ് അവിടെ വന്നതെന്ന്? ഒരിക്കലുമല്ല. കർത്താവായ യേശു ക്രിസ്തു, അതിനകത്ത് ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ആ സ്ത്രീക്ക്, ആ ജാതീയ സ്ത്രീക്ക് വേണ്ടി മാത്രമാണ് വന്നത്. അതായത് ജാതീയമായ ആ സ്ത്രീക്ക് വേണ്ടി മാത്രമാണ്. അവളുടെ വിശ്വാസത്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അവളുടെ മകൾക്കുണ്ടായ ബുദ്ധിമുട്ട് മുന്നമേ കർത്താവ് അറിഞ്ഞു. കർത്താവിനെ അറിയാം. ആമേൻ, സ്തോത്രം. യേശു ആ കനാന്യ സ്ത്രീക്ക് വേണ്ടി മാത്രമാണ് ആ സ്ഥലത്ത് വന്നത്. അതായത് നമ്മെ അറിയുന്ന ദൈവം നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ നമ്മുടെ വേദനകളെയും നമ്മുടെ നുറുങ്ങലുകളെയും നമ്മുടെ മനോഭാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ നൊമ്പരങ്ങളെ അറിയുന്ന പിതാവായ ദൈവം നമുക്കുണ്ട്. ആമേൻ, സ്തോത്രം. ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടല്ല കർത്താവ് ആ വഴിയിലേക്ക് കടന്നു പോയത്. ആ സ്ത്രീക്ക് വേണ്ടി, ആ സ്ത്രീയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്, മകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അന്ന് നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനൊരു സംഭാഷണം അവിടെ നടക്കുന്നത്? അവൾ ആ നിലവിളിച്ചപ്പോൾ ആ നിമിഷത്തിൽ കർത്താവിന് അവിടെ സൗഖ്യം കൊടുക്കാമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അതിനകത്ത് ആദ്യത്തെ നിലവിളിയിൽ ശിഷ്യന്മാർക്ക് അത് അസഹനീയമായി തോന്നി. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, കാരണം കർത്താവ് അവിടെ ഒരു വാക്കും പറയാതിരുന്നപ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് പറയാണ്, കർത്താവേ, ഇവള് കുറെ കരയുന്നല്ലോ, അവള് നമ്മളുടെ കുറെ നടക്കുന്നു, അവൾക്ക് എന്തെങ്കിലും നൽകി അവളെ പറഞ്ഞു വിടണമേ എന്ന് പറയുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകള്, നമുക്ക് വേണ്ടി, അതായത് നമ്മളെ ചുറ്റുവട്ടം നിൽക്കുന്ന കുറേ പേര്, അവര് പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങള്, ആ നിമിഷങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സൗഖ്യം ലഭിച്ചില്ല എന്ന് വരും. എങ്കിലും നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ചാണ്. എൻ്റെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, നീ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കർത്താവെ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയെങ്കിലും കർത്താപ്പച്ചാ നീ കേട്ടിട്ട് എനിക്ക് സൗഖ്യം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ. അതായത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അപ്പൊ അവരുടെ പ്രാർത്ഥന പോലും കേൾക്കാതിരിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതായത് ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞിട്ട് പോലും കർത്താവ് അതിനെ
മൈൻഡ് ചെയ്യാത്ത രീതി എന്ന പോലെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നു. പക്ഷേ അത് എന്തിനാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തെ ശോധന ചെയ്യുന്ന ദൈവം. സങ്കീർത്തനം 139:23 പറയുന്നുണ്ട്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. ആമേൻ. കർത്താവ് അവളോട് സംസാരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തെ ശോധന ചെയ്യുകയാണ്. കർത്താവ് അവളോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ ആടുകൾക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല ഞാൻ വന്നതെന്ന് കർത്താവ് പറയുകയാണ്. അപ്പൊ വീണ്ടും അവള് പറയുകയാണ്, ആ മക്കളുടെ അപ്പം, അന്നേരം ദൈവം ഉടനെ തന്നെ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇടുന്നത് നന്നല്ല. അപ്പൊ അവള് പറയാണ്, നായ്ക്കുട്ടികളോ മേശയിൽ നിന്ന് താഴെ വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നു. അവിടെ എന്താണ് നമുക്ക് വ്യക്തമാവുന്നത്? ശോധന ചെയ്ത് ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം. എന്നിട്ട് എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അതുപോലെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം, നമ്മുടെ നിലവുകളെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം, അവളുടെ ഹൃദയവും അവളുടെ നിലവുകളും അവളുടെ വിശ്വാസം എത്ര മാത്രം സ്ട്രോങ് ആണ് എന്ന് കർത്താവ് അവിടെ ശോധന ചെയ്ത് അറിയുകയാണ്. ആമേൻ. അതിൻ്റെ മുന്നിൽ കർത്താവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായി. അതായത് അവളെ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. കാരണം അവൾക്ക് വേണ്ടിയാണ് വന്നത്. അവൾ അത്രയും ആ സീദോൻ സ്ഥലത്ത്, അത്രയും അഴുക്കു പിടിച്ചിരുന്ന ഒരു സ്ഥലത്ത്, മിളയച്ചത നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ കനാന്യ സ്ത്രീ, ആ ഒരു വ്യക്തി കർത്താവിനെ അറിയുകയും അവൻ ദാവീദ് പുത്രനാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആ സ്ഥലത്ത് ഇറങ്ങി വന്ന ദൈവം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതീയ അടിമത്തത്തിൽ കിടക്കുന്നവരാണെന്ന് വെച്ചോട്ടെ, നിങ്ങൾ ഏത് മ്ലേച്ഛതകളുടെ ഇടയിൽ കിടക്കുന്നവരാണെന്ന് വെച്ചോട്ടെ, എങ്കിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാത്രം കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പല സ്പീച്ചുകളിലും ഞാൻ പറയാറുള്ളത്, നമ്മളെ അറിയുന്ന ദൈവം. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പുകൾ എൻ്റെ കൂടില്ല, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടില്ല, എൻ്റെ ഭാര്യ എൻ്റെ കൂടില്ല, എൻ്റെ കൂടെ കരയാൻ എനിക്ക് ആരുമില്ല, എൻ്റെ കഷ്ടതയിൽ ആരുമില്ല, ഞാൻ മ്ലേച്ഛമായ ഒരു ഏരിയയിലാണ്, ആരും എനിക്ക് വേണ്ടി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാത്ത രീതിയിൽ എനിക്കൊന്നും കിട്ടുന്നില്ല. ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അത് നഷ്ടപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കരുത്. നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വരുന്ന ദൈവം. അത്രയും അഴുക്കായ ആ സീദോനില് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആ സ്ഥലത്ത് പോയെങ്കിൽ, നിനക്ക് വേണ്ടി നിന്റെ ബുദ്ധിമുട്ടിന്റെ സ്ഥലത്ത്, നിന്റെ കഷ്ടതയുടെ സ്ഥലത്ത്, നിന്റെ പ്രയാസത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി വരുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. ആ ദൈവത്തിന് വേണ്ടിയിട്ട്, ആ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്, നമ്മളുടെ നിലവുകളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ഹൃദയങ്ങളെ പരീക്ഷിക്കുകയും ശോധന ചെയ്യുകയും നിലവുകളെ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ആ വിശ്വാസത്തിന്റെ ശോധനയിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോകുവാൻ അനുവദിക്കരുത്. ആമേൻ. ആ നായ്ക്കുട്ടികൾ പോലും മക്കളുടെ മേശയിൽ നിന്ന് താഴെ വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നുറുക്കുകൾ കൊണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത് അവിടെ? യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. ആമേൻ. നിന്റെ വിശ്വാസം വലുത്. കാരണം അവക്ക് ആ നുറുക്ക് മതി. ആ നുറുക്കിൽ അവക്ക് വിശ്വാസമുണ്ട്. ആ നുറുക്കിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടും, എൻ്റെ കുഞ്ഞിന് സൗഖ്യം അവിടെ ലഭിക്കുമെന്ന് അവക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, എനിക്ക് ആ നുറുക്ക് മതി, എനിക്ക് ആ ഫുൾ അപ്പം വേണ്ട, എനിക്ക് ആ ഫുൾ മീൽ വേണ്ട, എനിക്ക് ഫുൾ ആഹാരം വേണ്ട, എനിക്ക് അതിനകത്തുനിന്ന് ഒരംശം മതി എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ. ആമേൻ. എനിക്ക് ഒരംശം മതി എനിക്ക് സൗഖ്യം ലഭിക്കാൻ. യേശുവേ എനിക്ക് ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്ക് മതി എനിക്ക് സൗഖ്യം കിട്ടാൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്, നമ്മെ അറിയുന്ന ദൈവം. എത്ര മ്ലേച്ഛതകളുടെ നടുവിലാണെങ്കിലും നീ വിശ്വസിക്കുന്നുണ്ടോ, നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. നിന്റെ വിശ്വാസത്തിനെ ശോധന ചെയ്ത് അതിൽ നിന്നെ ഉറപ്പിക്കുകയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ഏത് കഠിനമായ പ്രശ്നങ്ങളായാലും, ഏത് ദുഃഖകരമായ പ്രശ്നങ്ങളായാലും അതിന് മറുപടി നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന്റെ കയ്യിലുണ്ട്. നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി.
എത്ര ലേറ്റ് ആയാലും, മറുപടിക്ക് എത്ര ലേറ്റ് ആയാലും നീ വിഷമിക്കേണ്ട. തക്ക സമയത്ത് മറുപടി നൽകുന്ന ദൈവമാണ്. പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നിലവുകളെ പരീക്ഷിക്കുന്ന ദൈവം അടുത്തു വരുമ്പോൾ ആ ശോധനയിൽ, പരീക്ഷണത്തില് തളർന്നു പോവരുത്, ഫെയിലായി പോവരുത്, തോറ്റു പോവരുത്. വിശ്വാസത്തെ മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുക. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏത് ജാതീയ സ്ത്രീ ആയാലും, ഏത് ജാതിയാണെങ്കിൽ പോലും നമ്മുടെ കർത്താവിനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. നിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം ലഭിക്കും. പരിപൂർണമായും വിശ്വസിക്കുന്നു. യഹോവയുടെ പക്കൽ പരിഹാരമില്ലാത്തത് ഒന്നുമില്ല. എന്റെ യഹോവയെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. അതുപോലെ ഈ ജാതികളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ജാതികളെ കർത്താവിങ്കലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തരും ജാതികളായിരുന്നു. നമ്മൾ ഓരോരുത്തരും ജാതികളായി തള്ളപ്പെട്ട വർഗങ്ങളായിരുന്നു. നമ്മളെ സ്നേഹിച്ച് കർത്താവിന്റെ ക്രൂശിലെ സ്നേഹത്തോളം നമ്മളെ ചേർത്ത് നിർത്തിയ ദൈവമാണ്. തന്റെ സ്വന്തം മകനെ ക്രൂശിൽ യാഗമായി കഴിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന അപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി, നമ്മൾ ജാതികളായ നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. ആമേൻ. അവന്റെ അടിപ്പിണരാൽ, ആ ക്രൂശിലെ യാഗമായ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും രോഗത്താൽ, കഷ്ടതയാൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്റെ അടുക്കൽ വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുപ്പച്ചൻ നിനക്ക് സൗഖ്യം തരും. പൂർണ്ണമായി വിശ്വസിക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പല രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം, തീച്ചുളയുടെ നടുവില് ആ 3 ബാലന്മാരുടെ ഒപ്പം ഒന്നാമനായിട്ട് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ആ പിതാവായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.